എല്ലാ കൂട്ടുകാർക്കും ബഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഡെയ്സി ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം, അതിൻ്റെ സംരക്ഷണം, അതിന് കൊടുക്കേണ്ട വളങ്ങൾ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുൻപ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പ്രത്യേകിച്ച് സീസൺ ഒന്നുമില്ലാതെ എപ്പോഴും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഡെയ്സി പ്ലാന്റ്. എപ്പോഴും പൂക്കൾ വേണമെന്ന് വിചാരിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഡെയ്സി പ്ലാന്റ്. ഇതൊരു അസ്റ്റർ വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റാണിത്. ഇത് അസ്റ്റർ ഡെയ്സി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൽ പിങ്ക്, വൈറ്റ്, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ ഇങ്ങനെ പല കളറിൽ ഈ ഡെയ്സി പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലിപ്പോൾ 3 കളറാണുള്ളത്. ഈ ഒരു ലൈറ്റ് ബ്ലൂ, ലൈറ്റ് വയലറ്റ് കളറ്, ഒരു വൈറ്റ് കളറ്, ഒരു പിങ്ക് കളറ്, അങ്ങനെ 3 കളറുണ്ട് എൻ്റെ കയ്യിലപ്പോൾ. ഏത് കാലാവസ്ഥയിലും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ ഡെയ്സി പ്ലാന്റ്. ഡെയ്സി പ്ലാന്റ് വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് വെയിലാണ്. ഇത് നമുക്ക് രാവിലത്തെ ഒരു 2 മണിക്കൂർ വെയിൽ മാത്രം മതി ഈ ചെടിക്ക്. ഒരുപാട് വെയിൽ ആവശ്യമില്ല. രാവിലത്തെ ഒരു 2-3 മണിക്കൂർ വെയിൽ കൊണ്ടാലേ ഇതിൽ ധാരാളം പൂക്കളുണ്ടാകും. സെമി ഷെയ്ഡിൽ വെച്ച് വളർത്തരുത്. വെയിൽ കൊണ്ടാൽ മാത്രമേ ഇതിൽ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ ഈ ഒരു തണ്ടിൽ നോക്കിയാൽ ധാരാളം പൂക്കളാണ്. ഇപ്പോൾ അതിന് വെയിറ്റ് കൊണ്ട് അതിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് താഴെ വീഴുന്ന ഒരവസ്ഥയാണിത്. ഒരു തണ്ടിൽ തന്നെ ഒരു പൂക്കളല്ല, ഒരു തണ്ടിൽ തന്നെ ധാരാളം പൂക്കൾ ഒരേ സമയം ഉണ്ടാകും. അതും ആ പൂക്കൾ ഉണ്ടാകുന്ന പൂക്കൾ നമുക്ക് എങ്ങനെ 1 മാസം അത് വാടാതിരിക്കും. പക്ഷേ അതിൻ്റെ കളറൊന്ന് മങ്ങി തുടങ്ങും. ഇത് നല്ല വയലറ്റ് കളറായിരുന്നു. ഇത് ദിവസം ചെല്ലുന്തോറും അതിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ തന്നെ നോക്കിയാൽ അറിയാം, ഒരേ തണ്ടിൽ ധാരാളം മുട്ടുകളുണ്ട്. ഇതൊരു വൈറ്റ് വെറൈറ്റിയാണിത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വാട്ടറിംഗ് ആണ്. ഇതിന് ആഴ്ചയിൽ 3 ദിവസം വെള്ളം കൊടുത്താൽ കൂടെ മതി. ദിവസവും ഇതിന് വെള്ളം ആവശ്യമില്ല. ഒരുപാട് വെള്ളം ആകുമ്പോൾ ഇതിൽ മീലി ബഗ്സ് പോലുള്ള രോഗങ്ങളുണ്ടാകും. ഇതും ജമന്തിച്ചെടി പോലെ കെയർ ചെയ്യേണ്ട ഒരു പ്ലാന്റാണ്. ജമന്തിച്ചെടിക്ക് എങ്ങനെയാണ് നമ്മൾ വെള്ളം ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം കൊടുക്കാറുള്ളൂ, അതേപോലെ മാത്രം ഇതിനും കൊടുത്തേച്ചാൽ മതി. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരുപാട് ഈർപ്പം കെട്ടി നിൽക്കുമ്പോൾ, ഒരുപാട് ഈർപ്പം ആകുമ്പോഴാണ് പൗഡറി മെയിൽഡ്യൂ, അതേമാതിരി മീലി ബഗ്സ് പോലുള്ള രോഗങ്ങൾ ഈ ചെടിയെ ആക്രമിക്കുന്നത്. മൂന്നാമത്തേത് ഇതിൻ്റെ പോട്ടിംഗ് മിക്സാണ്. മണ്ണ്, മണൽ, ചാണകപ്പൊടി, ചകിരിച്ചോറ്, അതേപോലെ ബോൺ മീൽ പൗഡർ, ഇതെല്ലാം ചേർന്ന ഒരു മിക്സാണ് ഞാനിവിടെ എൻ്റെ ഡെയ്സി ചെടിക്ക് എടുത്തേക്കുന്നത്. മണൽ തീർച്ചയായും ചേർത്ത് കൊടുക്കുക. മണൽ ചേർക്കുമ്പോൾ നമുക്ക് വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു മണ്ണാകും. മണൽ ചേർക്കുന്നതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കത്തില്ല. അതുകൊണ്ട് മണൽ ചേർക്കാൻ മറക്കരുത്. പിന്നെ ഞാനൊരല്പം വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചെടിയുടെ വേരുകൾക്കൊന്നും രോഗബാധ ഉണ്ടാകാതിരിക്കാനാണ് വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ചെടി ഞാൻ റീപോട്ടിങ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ 8 ഇഞ്ച് പോട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഡെയ്സി പ്ലാന്റ് നിങ്ങൾ റീപോട്ടിങ് ചെയ്യുമ്പോഴോ വാങ്ങിച്ച് നടുമ്പോഴോ ഒരല്പം വലിയ പ്ലാന്റ് വാങ്ങിച്ച് നടാൻ ശ്രമിക്കണം. കാരണം ഇതിന് ധാരാളം തൈകൾ, ജമന്തിച്ചെടിയെ പോലെ തന്നെ ധാരാളം തൈകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരാനുള്ള ഒരു സൗകര്യം പോട്ടിനുണ്ടാകണം. ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടിയാണെങ്കിൽ അടിയിലൊക്കെ നല്ല ചെളിയായിരിക്കും. അപ്പോൾ അതങ്ങനെ വെച്ച് കഴിയുമ്പം അത് വേര് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിതൊന്ന് വെള്ളത്തിൽ വെച്ച് മുക്കി ഈ മണ്ണ് കളയാം. ഇല്ലെങ്കിൽ ഒന്ന് താഴത്തെ മണ്ണൊന്ന് കൈവച്ചൊന്ന് ഇളക്കിയിട്ട് കൂടെ നമുക്ക് വേര് പൊട്ടാത്ത രീതിയിൽ വേണം ഇളക്കാൻ. അങ്ങനെ വെച്ചുകൂടെ നമുക്ക് ഇത് റീപോട്ടിങ് ചെയ്തെടുക്കാം. നല്ല വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിംഗ് മിക്സ് വേണം റെഡിയാക്കാൻ. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം ഈ ചട്ടിയിൽ തിങ്ങി നിൽക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. അടുത്തത് ഇതിൻ്റെ പ്രൊപ്പഗേഷനാണ്. നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. ഇതിൻ്റെ പൂക്കൾ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇതിനകത്ത് സീഡ് കാണും.
അപ്പോൾ ആ സീഡ് നമുക്കെടുത്ത് വെച്ചുകൂടെ നമുക്കിത് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഈ പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഇതേപോലെ ധാരാളം തൈകൾ, ഒരു പ്ലാന്റ് വെച്ചാൽ മതി, നമുക്കതിൽ നിന്ന് ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാം. നിറയെ തൈകൾ ഇങ്ങനെ വരും. നമുക്കത് മാറ്റി വെച്ചുകൂടെ പുതിയ ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഒരല്പം വലിയ പോട്ട് തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത്. കാരണം ധാരാളം തൈകൾ ചട്ടി മൊത്തം നിറയുന്നതാണ്. പിന്നെ ഈ ചെടിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകും. ഉണ്ടായിക്കഴിഞ്ഞ് ആ ഒരു ചെടി, ആ ഒരു തൈ അതങ്ങ് ഉണങ്ങിപ്പോകും. പിന്നീട് അതിൽ ആ ചെടി വളരുകയോ അതിൽ പൂക്കൾ ഉണ്ടാകുകയോ ചെയ്യില്ല. പിന്നീട് നമ്മൾക്ക് പൂക്കൾ ഉണ്ടാകുന്നത് അതിൽ നിന്നുണ്ടായ തൈകളിൽ നിന്നാണ് തിരിച്ച് പൂക്കൾ ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മളുടെ ആ പൂക്കളെല്ലാം ഉണങ്ങി കഴിയുമ്പം നമ്മൾ ആ തണ്ട് അങ്ങ് കട്ട് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ ആ ചെടി മൊത്തവും ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മളങ്ങനെ ഉണങ്ങി നിന്ന് കഴിയുമ്പോൾ അത് കാണാനും ഭംഗി കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തണ്ട് മുറിച്ച് കളയാം. അല്ലെങ്കിൽ ഈ തൈകൾ നമുക്ക് വേറൊരു പോട്ടിലോട്ട് മാറ്റി നടാവുന്നതാണ്. അടുത്തത് ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകണമെങ്കിൽ നമുക്കിതിന് വളങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇതിന് കൊടുക്കാൻ പറ്റിയ വളം ജൈവവളമാണ്. ഞാനിതിന് രാസവളമൊന്നും ഇതുവരെയും കൊടുത്തിട്ടില്ല. ഞാൻ എല്ലാം ജൈവവളമാണ് കൊടുക്കുന്നത്. റോസായ്ക്ക് കൊടുക്കുന്ന അതേ വളമാണ് ഇതിന് കൊടുക്കുന്നത്. ഞാൻ ഒരു ചെടിക്കും പ്രത്യേകിച്ച് അങ്ങനെ വളങ്ങൾ കൊടുക്കാറില്ല. എല്ലാ ചെടിക്കും എല്ലാ വളങ്ങളും കൊടുക്കാറുണ്ട്. ഓരോ 15 ദിവസം കൂടുമ്പോഴും ഞാൻ എല്ലാ ചെടികൾക്കും കൊടുക്കുന്ന വളമാണ് ഈ എല്ലാ പച്ചക്കറി, അതായത് നമ്മുടെ വീട്ടിൽ കട്ട് ചെയ്യുന്ന പച്ചക്കറികളെല്ലാം ഇങ്ങനെ ഞാൻ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇത് ഒരു 15 ദിവസം കൂടുമ്പം ഞാൻ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട്. അടുത്ത് ഞാൻ കൊടുക്കുന്ന വളമാണ് ഈ പഴത്തിൻ്റെ തോലും മുട്ടയുടെ ഓടും കൂടെ നന്നായിട്ട് ഉണക്കി വയ്ക്കും. ഞാൻ ഉണക്കി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കും. ഇപ്പം നമുക്കിതൊന്ന് മിക്സി ജാറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഉണക്കി പൊടിച്ച് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഇത് ഞാൻ സൂക്ഷിക്കാറുണ്ട്. ഇത് ഞാൻ എൻ്റെ എല്ലാ പൂച്ചെടികൾക്കും ഇതാണ് ഞാൻ 15 ദിവസം കൂടുമ്പോൾ കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ചെടിയുടെ ചുവടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊരു സ്പൂണ് ചെടിയുടെ ചുവട്ടിൽ നമുക്കിട്ട് കൊടുക്കാം. നമ്മുടെ ഡെയ്സി ചെടിക്ക് മാത്രമല്ല എല്ലാ പൂച്ചെടികൾക്കും ഇത് ഇട്ട് കൊടുക്കാം. ഈ ചെടിക്ക് അതിടരുത്, ആ ചെടിക്ക് ഇതിടരുത്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പൂച്ചെടിക്കായിട്ട് ഇടുന്ന ഏത് വളങ്ങളും നമുക്ക് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാം. രാസവളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ NPK 13-27-27 നമുക്ക് ഈ ചെടിക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതായത് വളർന്ന് വന്നതിന് ശേഷം പൂവിടുന്നതിന് മുൻപ് നമുക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൽ ഫോസ്ഫറസിൻ്റെ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതലായിരിക്കുന്നത് കൊണ്ട് ചെടിയിൽ ധാരാളം പൂക്കളിടാൻ അത് സഹായിക്കും. അത് നിങ്ങൾക്ക് ഏത് പൂച്ചെടിക്ക് വേണേലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിനുണ്ടാകുന്ന രോഗങ്ങളാണ് ഫംഗൽ ഇൻഫെക്ഷനും അതേമാതിരി വെള്ളീച്ചയുടെ പ്രശ്നവും. നമുക്ക് വെള്ളീച്ചയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ സോപ്പും നീം ഓയിലൂടെ മിക്സ് ചെയ്തിട്ട് അത് ആഴ്ച 2 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഫംഗസ് ബാധ്യത ഉണ്ടായാൽ നമുക്ക് സാഫ് നമുക്ക് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. സാഫ് ഒരു സ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇതിനെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നും ചെടിയെ നമുക്ക് രക്ഷിക്കാവുന്നതാണ്. മാസത്തിലൊരിക്കൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായതിന് ശേഷം ചെയ്തിട്ട് കാര്യമില്ല, അതുണ്ടാകുന്നതിന് മുൻപേ ചെയ്തു കൊടുക്കണം. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഗാർഡനിൽ നമുക്ക് മനോഹരമായി ഈ ഡെയ്സി ചെടി വളർത്തിയെടുക്കാവുന്നതാണ്. എപ്പോഴും ഏത് കാലാവസ്ഥയിലും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആയതുകൊണ്ട് നമ്മുടെ ഗാർഡനിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ ഈസി ആയിട്ട് ഒരു തൈ മതി. അതിൽ നിന്ന് നമുക്ക് ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഡെയ്സി ചെടിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കെയറും അതിന് കൊടുക്കേണ്ട വളങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.